Hello everyone. BEGAE 182 English Communication Skills-ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ സിലബസ് ഓഫ് BEGAE 182 English Communication Skills. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫ്രം BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതുപോലെ തന്നെ അതിന്റെ സിലബസുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കമ്പൽസറി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് there will be the development of 4 skills. Communication skills develop ചെയ്യണമെങ്കിൽ there will be the development of 4 skills. ഏതൊക്കെ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു കോഴ്സും എംഫസൈസ് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡെവലപ്മെന്റ് ഓഫ് 4 സ്കിൽസ് ആണ്. അതുപോലെ ഈ ഒരു കോഴ്സിനെ നമുക്ക് 3 ബ്ലോക്കുകളാക്കി തിരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 3 ബ്ലോക്കിലും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ഒരു 3 ബ്ലോക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ആ ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും BEGAE 182 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 50 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇവിടെ 30 മാർക്സിന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും, അതുപോലെ തന്നെ 20 മാർക്സിന് ജനറൽ ക്വസ്റ്റ്യൻസുമാണ് വരാറുള്ളത്. ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും, പ്രസന്റേഷൻ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാനും, ഫോർമൽ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കാണാറുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, സിലബസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു ബ്ലോക്ക് നമ്പർ 1 അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും അണ്ടർസ്റ്റാൻഡിങ് ദ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് നമ്പർ 1 വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ്. മറ്റു ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 1 അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും 3 യൂണിറ്റുകളാണ് ബ്ലോക്ക് നമ്പർ 1 വരുന്നത്. യൂണിറ്റ് നമ്പർ 1 ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഏതൊക്കെയാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? Next, the process of communication, then the barriers to communication, different types of communication, written communication versus oral communication, then different types of face-to-face interaction, then the characteristics and conventions of conversation, then differences between conversation and other speech events. അപ്പോൾ ഇത്രയും 8 ടോപ്പിക്കുകളാണ് യൂണിറ്റ് നമ്പർ 1 നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ 8 ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഈ പറയുന്നവയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നൽകേണ്ടത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ഈ ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പ്രോസസ് മീൻസ് ദർ വിൽ ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെ? ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ഉള്ളതിനെയാണ് നമ്മൾ സാധാരണ പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷന് പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് എലമെന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എലമെന്റ്സിന്റെ ഇത് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി വരുന്നുണ്ട്, അല്ലെ? അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെന്റർ ആൻഡ് റിസീവർ, അല്ലെ? ഇവർക്കിടയിൽ വരുന്ന ഒരു പ്രോസസ്സിനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയാറ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ദെൻ ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഇതും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇത് നെക്സ്റ്റ് ബ്ലോക്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ദെൻ മറ്റ്
പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് കോൺവെർസേഷൻ. ഈ ഒരു ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺവെർസേഷൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്, ടോപ്പിക്കാണ് കോൺവെർസേഷൻ. എസ്പെഷ്യലി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് കോൺവെർസേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം. What are the characteristics and conventions of conversation? മറ്റൊരു ടോപ്പിക്കാണ് സെയിം കോൺവെർസേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവന്റ്. അല്ലെ, ഈ ഒരു ടോപ്പിക്കുകളെ കുറിച്ചെല്ലാം തന്നെ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചെല്ലാം തന്നെ ഓൾറെഡി ക്ലാസ്സുകൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെ, നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2, ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, എ ഗ്ലോബൽ വില്ലേജ്. അല്ലെ, അപ്പൊ ഈ ഒരു യൂണിറ്റ് അത്രത്തോളം പ്രാധാന്യമുള്ളതല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ ഒരു പ്രീവിയസ് ഇയേഴ്സ് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയേഴ്സിൽ പല സമയങ്ങളായി ചോദിച്ചിട്ടുള്ള ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും മറ്റു ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വരാൻ ചാൻസ് ഉള്ളതാണ്. ഞാൻ ഇങ്ങനെ ഈ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, പല ആളുകൾക്കും ഓരോ ലെസണിലൂടെയും പാഠഭാഗത്തിലൂടെയും പോവാൻ സമയം കുറവായിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ശ്രദ്ധിക്കുക, 1 by 1 ആയിട്ട് യൂണിറ്റ് നമ്പർ 2 കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഗ്ലോബൽ വില്ലേജ്, സ്റ്റോറി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആസ് എ ഡേ ഇൻ അവർ ലൈഫ്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ IT ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെ, ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ചിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4th ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ന്യൂ ടെക്നോളജി. അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെ മാറ്റങ്ങളാണ് ലാംഗ്വേജിൽ വന്നിട്ടുള്ളത് എന്നാണ് ആ ഒരു 4th ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് എ ഗ്ലോബൽ വില്ലേജ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ചും ലാംഗ്വേജ് ആൻഡ് ന്യൂ ടെക്നോളജി ഒരു ടോപ്പിക്കും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ദെൻ ദ യൂണിറ്റ് നമ്പർ 3, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ഈ പറയുന്ന യൂണിറ്റ് നമ്പർ 3, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്, ഏരിയയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് വേർഡ്സ്. അല്ലെ, വെർബൽ മീൻസ് വേർഡ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് വേർഡ്സിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും, കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ് അതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് യൂണിറ്റ് നമ്പർ 3 വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ ആൻഡ് റിട്ടൺ മോഡ്. അല്ലെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ഓറൽ ഫോം ആൻഡ് റിട്ടൺ ഫോം. അല്ലെ, നമ്മൾ വേർഡ്സ് ഉപയോഗിക്കാറുണ്ട് ഓറൽ ആയിട്ടും റിട്ടൺ ഫോർമാറ്റിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Then the advantages of non-verbal communication. ഈ ഒരു രണ്ട് ടോപ്പിക്കും 2nd and 3rd ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും രൂപത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. What is non-verbal communication? Then what are the advantages of non-verbal communication? അപ്പൊ ഈ ഒരു രണ്ട് ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് barriers to communication. ശ്രദ്ധിക്കുക, പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. 2 സെറ്റ്സ് ഓഫ് ബാരിയേഴ്സ് ആണ് വരുന്നത്, 2 കാറ്റഗറീസ് ഓഫ് ബാരിയേഴ്സ് ആണ് വരുന്നത്. സിമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്, ദെൻ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, 2 കാറ്റഗറീസ് ഓഫ് ബാരിയേഴ്സ് ആണ്, സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ദെൻ ദ സിമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. അല്ലെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ബാരിയർ ആണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. സിമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ചോദിക്കും, അതല്ലെങ്കിൽ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ, ഏതെങ്കിലും ഒരു ബാരിയർ ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് ബ്ലോക്ക് നമ്പർ 2, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ്. അല്ലെ, നമുക്കറിയാം ഈ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്ന 2 സ്കില്ലാണ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഈ ഒരു 2 സ്കില്ലാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്. ഈ 2 സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ്. അല്ലെ, കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം
ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. വി ഹാവ് ടു സെലക്ട് ബേസ്ഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ് അല്ലെ, സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഫോർമൽ ആവുന്നതും ഇൻഫോർമൽ ആവുന്നതെല്ലാം തന്നെ അല്ലെ. പിന്നെ ഈ ഒരു ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ, ഈ ഒരു ബ്ലോക്കിൽ യൂണിറ്റ് നമ്പർ 1 ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫംഗ്ഷൻ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിറ്റ് നമ്പർ 1ഉം യൂണിറ്റ് നമ്പർ 2 അല്ലെ, ഈ രണ്ട് യൂണിറ്റുകളും ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ ഈ ഒരു യൂണിറ്റുകൾ യൂണിറ്റ് നമ്പർ 1 യൂണിറ്റ് നമ്പർ 2ഉം നിങ്ങളെ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അല്ലെ. പലപ്പോഴായിട്ട് 10 മാർക്സിന് ജനറൽ ടോപ്പിക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഡയലോഗ്സ് അല്ലെ. അപ്പൊ ഇവിടെ ഓരോ ടോപ്പിക്കും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺവെർസേഷന് യൂസ്ഫുൾ ആവുന്ന രൂപത്തിലുള്ള ടോപ്പിക്കുകളാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഗ്രീറ്റിംഗ്സ് അല്ലെ. നമുക്കറിയാം കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാളുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഗ്രീറ്റ് ദം അല്ലെ. അപ്പോൾ ഈ ഗ്രീറ്റിംഗിന് ഉപയോഗിക്കേണ്ട ഫ്രേസുകൾ ഏതൊക്കെയാണ്, എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്, വേർഡ്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്, എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ ഹൗ ടു എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ, ആക്സെപ്റ്റിംഗ്, ഡിക്ലൈനിങ് ഇൻവിറ്റേഷൻ, ടേക്കിംഗ് ലീവ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, എങ്ങനെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പ്രഷൻസും വേർഡ്സും ഫ്രേസസും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു യൂണിറ്റിൽ നിന്നും കുറേ വേർഡ്സും എക്സ്പ്രഷൻസും ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺവെർസേഷൻ ഡയലോഗ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലെ. ഡയലോഗ്സ് ജൂൺ 2023 അതുപോലെ തന്നെ ഫെബ്രുവരി 2021 ഈ ഒരു കോൺവെർസേഷൻ ഡയലോഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ യൂണിറ്റ് നമ്പർ 2 മേക്കിംഗ് ഇൻക്വയറീസ് ആൻഡ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഇത് നമുക്ക് കാണാൻ സാധിക്കും. കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും എൻക്വയറി ചെയ്യേണ്ടതായിട്ട് വരും, ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം, എങ്ങനെ എൻക്വയറീസ് നടത്താം എന്നൊക്കെയാണ് യൂണിറ്റ് നമ്പർ 2 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് നമ്പർ 3 ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ് അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് നമ്പർ 3 ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ് അല്ലെ. ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ നിന്നും രണ്ട് രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന് തിയറി ആയിട്ട് വരാറുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്പർ 3 നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്, ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രൂപ്പ് ഡിസ്കഷൻസ് അറ്റ് ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇൻ ജനറൽ അല്ലെ. ഗ്രൂപ്പ് ഡിസ്കഷൻസ് സാധാരണ രണ്ട് കോണ്ടെക്സ്റ്റിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒന്ന് ഫോർ ദ പർപ്പസ് ഓഫ് ആസ് എ പാർട്ട് ഓഫ് ജോബ് ഇന്റർവ്യൂസ്, മറ്റൊന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ജനറൽ കോണ്ടെക്സ്റ്റ് അല്ലെ. സാധാരണ നമ്മൾ സ്കൂൾസിലും പബ്ലിക് പ്ലേസിലും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ജോബ് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടും ഗ്രൂപ്പ് ഡിസ്കഷൻസ് നമ്മൾ നടത്താറുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു രണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? മറ്റൊന്നാണ് എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെ. ഗ്രൂപ്പ് ഡിസ്കഷന് പ്രോപ്പർ ആവണമെങ്കിൽ, സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ദ വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ ഇറ്റ്. മറ്റൊന്ന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതിനുശേഷം മെയിൻറ്റെയിനിങ് റോൾസ് ഇൻ എ ഗ്രൂപ്പ് പ്രോസസ്സിംഗ് ആൻഡ് അസസ്മെന്റ്. അപ്പം ശ്രദ്ധിക്കുക, യൂണിറ്റ് നമ്പർ 3 നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് ഇതാണ്, എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ജനറൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോസ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു മെയിൻ ടോപ്പിക്കാണ് മീറ്റിംഗ്. മീറ്റിംഗിൽ നിന്നും സാധാരണ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ കാണാനിടയായിട്ടുണ്ട്. അപ്പം മീറ്റിംഗ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെയാണ് സബ് ടോപ്പിക്കുകൾ വന്നത് നോക്കാം. ഫസ്റ്റ് വൺ, അജണ്ട ഓഫ് എ മീറ്റിംഗ്, പ്രിപ്പയറിംഗ് ഫോർ എ മീറ്റിംഗ്, ദെൻ റോൾ ഓഫ് പാർട്ടിസിപ്പൻസ്, ദെൻ ദി വൊക്കാബുലറി അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ടോപ്പിക്കാണ് ഹൗ ടു പ്രിപ്പയർ ഫോർ എ മീറ്റിംഗ്, ദെൻ റോൾ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിംഗിൽ പാർട്ടിസിപ്പൻസിന്റെ റോൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഹൗ ടു പ്രിപ്പയർ ഫോർ എ മീറ്റിംഗ്. ഇത് റോൾ ഓഫ് പാർട്ടിസിപ്പൻസ് പലപ്പോഴായിട്ട് ഒരു തവണ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ ദ യൂണിറ്റ് നമ്പർ 4 അല്ലെ. നമ്മൾ യൂണിറ്റ് നമ്പർ 3 കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് യൂണിറ്റ് നമ്പർ 4ഉം വരുന്നത്. ഇവിടെ യൂണിറ്റ് നമ്പർ 4 നിന്നും തിയററ്റിക്കൽ ആയിട്ടും അതുപോലെ തന്നെ പ്രസന്റേഷന്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാനുമാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിറ്റ് നമ്പർ 4 6 ടോപ്പിക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് പ്രസന്റേഷൻ. മറ്റൊന്ന്, മേക്കിംഗ് എ
ഗുഡ് ഇംപ്രഷൻ അല്ലെ. നമ്മൾ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഒരു ഗുഡ് ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാൻ സാധിക്കും. മറ്റൊന്ന് യൂസിങ് വിഷ്വൽ എയ്ഡ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് വിഷ്വൽ എയ്ഡ്സ് അല്ലെ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രൂപത്തിലും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ഏരിയ ആണ് വിഷ്വൽ എയ്ഡ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി വീഡിയോസും ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു കോഴ്സ് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ കംപ്ലീറ്റ് കോഴ്സ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, www.ignougclasses.in. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മറ്റൊന്ന് ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് ടോക്കിംഗ് അബൌട്ട് വിഷ്വൽസ്, എൻഡിങ് ഓഫ് എ പ്രസന്റേഷൻ, ദെൻ സൈൻ പോസ്റ്റിംഗ് ദി എൻഡ് ഓഫ് യുവർ ടോക്ക്. അപ്പോൾ ഇതിൽ പ്രസന്റേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസന്റേഷൻ സ്ട്രക്ചർ ചെയ്യാൻ, ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാൻ സാധാരണ ചോദിക്കാറുണ്ട്. മറ്റൊന്ന് ഹൗ ടു സ്ട്രക്ചർ എ പ്രസന്റേഷൻ അല്ലെ, അതും ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ് അല്ലെ. ഈ രൂപത്തിൽ തിയററ്റിക്കലായിട്ട് ഹൗ ടു സ്ട്രക്ചർ എ പ്രസന്റേഷൻ എന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസന്റേഷൻ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാനും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, മറ്റൊന്നാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലോക്ക്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, ബ്ലോക്ക് നമ്പർ 3 അല്ലെ. ബ്ലോക്ക് നമ്പർ 3 രണ്ട് സ്കില്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. ബ്ലോക്ക് നമ്പർ 3യിൽ നിന്നും യൂണിറ്റ് നമ്പർ 1 നോക്കാം. നമുക്ക് 7 ടോപ്പിക് ആണ് ഈ ഒരു യൂണിറ്റ് നമ്പർ 1ൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, റീസൺസ് ഫോർ റീഡിംഗ്, നെക്സ്റ്റ് വൺ റീഡിംഗ് പ്രോസസ്, then the strategies used by good readers. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. സ്ട്രാറ്റജീസ്, റീഡിംഗ് സ്ട്രാറ്റജീസ്, ഗുഡ് റീഡേഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഉപായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ചു വെച്ചോളാം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിംഗ്, then the ലെവൽസ് ഓഫ് മീനിങ്. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് മീനിങ് ആയിരിക്കും ചോദിക്കുന്നത്. ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മീനിങ്. അതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ലെവൽ ചോദിച്ചുകൊണ്ട് 5 മാർക്കിനും അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈച്ച് ലെവൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എസ്സേ രൂപത്തിലും ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊന്നാണ് റീഡിംഗ് പ്രോബ്ലംസ്. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ഗുഡ് റീഡേഴ്സ്, ദെൻ ദി ലെവൽസ് ഓഫ് മീനിങ്. യൂണിറ്റ് നമ്പർ 2ൽ വൊക്കാബുലറി ഡെവലപ്മെന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ 6 ടോപ്പിക് ആണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ, ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വേർഡ്സ് ആണ്. ആക്റ്റീവ് വൊക്കാബുലറി മീൻസ് ആ ഒരു കളക്ഷൻ ഓഫ് വേർഡ്സ് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട്, ഓട്ടോമാറ്റിക് ആയിട്ട്, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് എന്നും. പാസീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കളക്ഷൻ ഓഫ് വേർഡ്സിന്റെ മീനിങ് നമുക്കറിയാം, പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ട് ഡേ ടു ഡേ കോൺവെർസേഷനിലൊന്നും നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ അത് റീഡ് ചെയ്യുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് മീനിങ് നമുക്കറിയാം അല്ലെ. മറ്റേ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും, അതിനാണ് ആക്റ്റീവ് എന്നും. പാസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദേർ ഇൻ അവർ മൈൻഡ്, നമുക്ക് അതിന്റെ വേർഡ് മീനിങ് അറിയാം, ബട്ട് വി ആർ നോട്ട് കാപ്പബിൾ ഓഫ് യൂസിങ് spontaneously. Okay, right. മറ്റൊന്നാണ് കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫംഗ്ഷൻ വേർഡ്. അതുപോലെ തന്നെ മറ്റൊന്ന് സം ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് വൊക്കാബുലറി, വേർഡ് ബിൽഡിംഗ്, അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് അല്ലെ. പുതിയ വേർഡ് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 സ്ട്രാറ്റജിയാണ്, 2 രീതിയാണ്, പ്രോസസ്സാണ് അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് അല്ലെ. അഫിക്സേഷനും കോമ്പൗണ്ടിങ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ന്യൂ വേർഡിനെ ബിൽഡ് ചെയ്യാറുണ്ട്. ആ ന്യൂ വേർഡിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി 2 പ്രോസസ്സാണ് അഫിക്സേഷനും കോമ്പൗണ്ടിങ്ങും. then the using dictionaries and thesaurus അല്ലെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കാം. പ്രീവിയസ് വേർഷൻസ് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് വേർഡ് ബിൽഡിംഗ്, ദെൻ ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി, ആ ഒരു ടോപ്പിക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ദ യൂണിറ്റ് നമ്പർ 3 റൈറ്റിംഗ് സ്കിൽസ്, സം ബേസിക് ഗൈഡ് ലൈൻസ്. അപ്പോൾ യൂണിറ്റ് നമ്പർ 3 പെർട്ടിക്കുലർ ആയിട്ട് റൈറ്റിംഗ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എസ്സേസ് ആവട്ടെ, പ്രോജക്റ്റ് ആവട്ടെ, എങ്ങനെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം റൈറ്റിംഗ് ഓരോ സ്റ്റേജിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കറിയാൻ പറ്റും മെത്തേഡ്സ് ഓഫ് റൈറ്റിംഗിൽ വരുന്നത് ഐഡന്റിഫൈ യുവർ സബ്ജക്ട് അല്ലെ. ഇപ്പോൾ ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണ്, പ്രിപ്പയർ ചെയ്യാനാണ് വന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ
the subject topic അതിനുശേഷം you have to gather information അല്ലെ information gather ചെയ്യണം അതിനൊരു purpose ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് റീഡേഴ്സിന് അനുസരിച്ചായിരിക്കണം നിങ്ങൾ essay പ്രിപ്പയർ ചെയ്യുന്നത് റീഡേഴ്സിന്റെ ലെവൽ അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് അവരുടെ ജെൻഡർ അനുസരിച്ചായിരിക്കണം അതാണ് നോയിങ് യുവർ റീഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം യു ക്യാൻ ബിഗിൻ ടു റൈറ്റ് അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുത്ത് സ്റ്റാർട്ട് ചെയ്യാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തിസീസ് സ്റ്റേറ്റ്മെന്റ് നടത്തണം പിന്നെ പാരഗ്രാഫ് ആക്കി ഡിവൈഡ് ചെയ്യണം പാരഗ്രാഫിൽ തന്നെ യു ഹാവ് ടു ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം കൺക്ലൂഷൻ കൊടുക്കണം അല്ലെ ഫോർത്ത് ടോപ്പിക് ആണ് ഓർഗനൈസിങ് യുവർ റൈറ്റിംഗ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദി യൂണിറ്റ് നമ്പർ 3 ശ്രദ്ധിച്ചോളാം ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് അല്ലെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോപ്പിക് ആണ് ഡിസ്കോഴ്സ് ഈ ഒരു ഡിസ്കോഴ്സിൽ നിന്നും ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിസ്കോഴ്സസ് ഉണ്ട് നെറേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് അതുപോലെ തന്നെ ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്കോഴ്സുകൾ വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഡിസ്കോഴ്സും അതുപോലെ തന്നെ 10 മാർക്സിന് ഡിഫറെന്റ് ഫോംസും എക്സ്പ്ലെയിൻ ചെയ്യാനും വരാറുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ദെൻ ദ യൂണിറ്റ് നമ്പർ 4 ലാംഗ്വേജ് ഓഫ് ഫോർമൽ ലെറ്റർ അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും യൂണിറ്റ് നമ്പർ 4 നിന്നും സാധാരണ വരാറുള്ളത് നിങ്ങൾ ചോദിക്കാറുള്ളത് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമൽ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിറ്റ് നമ്പർ 4 വളരെ പ്രധാനപ്പെട്ടതാണ് ലെറ്റർ അല്ലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ ജൂൺ 2023 അതുപോലെ തന്നെ 2022 ഡിസംബർ ജൂൺ 2022 ഡിസംബർ 2021 അല്ലെ തുടങ്ങിയ മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ലെറ്റർ അപ്പം ലെറ്ററിന്റെ സ്ട്രക്ചർ എല്ലാവരും ഓർത്ത് വെക്കുക ഫസ്റ്റ് ഫ്രം അഡ്രസ് ദെൻ ഡേറ്റ് then to address, then salutation, then subject, then body language, body paragraph, then complimentary clause, your name, then signature. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ ഈ ഒരു യൂണിറ്റ് നമ്പർ 4 ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്യുന്നതായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ യൂസ് എ ഫോർമൽ സ്റ്റൈൽ then avoid overused phrases make your letters gender and neutral അപ്പൊ ഈ ഒരു രൂപത്തിലൊക്കെയാണ് യൂണിറ്റ് നമ്പർ 4 നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പം ശ്രദ്ധിക്കുക ഇത്രയാണ് നിങ്ങൾ BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പം ശ്രദ്ധിക്കുക 20 മാർക്സിന് ജനറൽ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഡയലോഗ് പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ജനറൽ എസ്സേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോർമൽ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസന്റേഷൻ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യുക ഈ വക ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരുന്നുണ്ട് ഇവിടെ 20 മാർക്സ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് ഫസ്റ്റ് 10 മാർക്സിന് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിലും 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും 10 മാർക്ക് വീതമാണ് ഓരോ സെക്ഷനും വരുന്നത് ഓരോ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ വീണ്ടും ഒരു ക്ലാസ്സും കൂടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതായിരിക്കും എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ ഹാവ് എ നൈസ് ഡേ